ورحمة الله وبركاته. أعوذ بالله السميع العليم من الشيطان الرجيم. ربي أعوذ بك من همزات الشياطين وأعوذ بك رب أن يحضرون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. صدق الله مولانا العلي العظيم. وقال نبينا وسيدنا وحبيبنا المصطفى محمد صلى الله عليه وسلم: كلما نبت من حرام فهو أولى بالنار. صدق رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനാദരവുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, രക്ഷിതാക്കളെ, യുവാക്കളെ, മറ്റു ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും അവന്റെ മസ്ജിദിലുള്ള ഈ കൂടലും പിരിയലും സ്വാലിഹാമലായി സ്വീകരിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അല്ലാഹു ദൂരീകരിച്ച് തരുമാറാകട്ടെ. രോഗികളുടെ വിഷമങ്ങൾ അല്ലാഹു തീർത്തു കൊടുക്കട്ടെ. നമ്മുടെയൊക്കെ പാപങ്ങൾ, ഇതിനകം ചെയ്തു കൂട്ടിയിട്ടുള്ള സകലമാന തെറ്റുകുറ്റങ്ങളും പടച്ചറബ് നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള ശിഷ്ടകാല ജീവിതം അവന്റെ ഹൃദയിലും പൊരുത്തത്തിലുമായി ആഫിയത്തോടെയുള്ള ദീർഘായുസ്സ് നൽകി പടച്ചോ നമുക്കൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ആക്ടിവത്ത് പടച്ചോ നന്നാക്കി തരട്ടെ. മരിച്ചുപോയവരുടെ ഖബർ ജീവിതം അല്ലാഹു ധന്യമാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ ക്ലാസിന്റെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ പറയുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇന്ന് മാത്രമല്ല, ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കൂടി ഇതിന്റെ തുടർച്ചയാണ് നമ്മൾ പറയാൻ വേണ്ടി കരുതുന്നത്. വിഷയം അത്രമേൽ ഗൗരവമുള്ളതാണ്. സമ്പാദ്യം എന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ നിലനിൽപ്പാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെക്കുകയുണ്ടായി. അത് സംശുദ്ധമാകേണ്ടുന്നതിന്റെ അനിവാര്യത വളരെ വലുതാണ്, വളരെ മഹത്തരമാണ് എന്ന് ഖുർആനിക ഹദീസിന്റെ അധ്യാപനങ്ങളിൽ നമുക്ക് കൃത്യമായും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. രണ്ട് ശുദ്ധികളാണ് ഈ ലോകത്തുള്ളത്, രണ്ട് പ്രധാനപ്പെട്ട ശുദ്ധികൾ. ആ ശുദ്ധികൾ നമ്മൾ വേണ്ടതുപോലെ കാത്തു സൂക്ഷിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അവർ അതിനുള്ള തിക്തഫലം ഇവിടെയും അവിടെയും അനുഭവിക്കേണ്ടി വരും എന്നത് വിശുദ്ധ ഹബീബിന്റെയും വിശുദ്ധ ഖുർആനിന്റെയും ഒക്കെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. ഒന്നാമത്തെ ശുദ്ധി ലൈംഗിക ശുദ്ധിയാണ്. ആ ലൈംഗിക ശുദ്ധി അവന്റെ ഹലാലായ ഇടങ്ങളിലേക്കല്ലാതെ അത് ഉപയോഗിക്കപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല കടുത്ത ശിക്ഷയ്ക്ക് അവനെ വിധേയനാക്കും എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതിലൊരു ഉദാഹരണമാണ് സയ്യിദുനാ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിഭാഗം. അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ലോകത്താദ്യമായി ലൈംഗികമായി മനുഷ്യരുള്ള സുഖാനുഭൂതിയും, ലൈംഗികത എന്ന് പറയുന്ന സെക്ഷൽ ലൈഫിലെ വളരെ പ്രധാനപ്പെട്ട സെക്ഷൽ ഇന്റർകോഴ്സ് എന്നത് ഇല്ലീഗലായി, നിയമവിരുദ്ധമായി, പ്രകൃതി വിരുദ്ധമായി ഉപയോഗിച്ച ഒരു വിഭാഗമായിരുന്നു ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനപഥം എന്ന് പറയുന്നത്. അവരുടെ ആ ഒരു ജനവിഭാഗം താമസിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത സ്ഥലമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ആണും തമ്മിലുള്ള ഹോമോസെക്ഷാലിറ്റിക്ക് ഇന്ന് ഇംഗ്ലീഷുകാരൻ വിളിക്കുന്ന പേര്. നമുക്കറിയാം, ലൂത്ത് നബിയുടെ ജനത അധിവസിച്ചിരുന്ന സ്ഥലം എന്ന് പറയുന്നത് സദൂമായിരുന്നു. സൊഡോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണും തമ്മിലുള്ള ഹോമോസെക്ഷാലിറ്റിക്ക് പറയുന്ന പേരാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിച്ച ശിക്ഷ വിശുദ്ധ ഖുർആൻ പറയുന്നു: ജഅൽനാ ആലിയഹ സാഫിലഹ, അവരുടെ അടിഭാഗം മുകളിലാക്കി, മുകൾ ഭാഗം അടിയിലാക്കി എന്ന് പറയുന്ന ആ ഭീകരമായ അല്ലാഹുവിന്റെ ശിക്ഷ അവർ ഏറ്റുവാങ്ങേണ്ടി വന്നു. കാരണം എന്തായിരുന്നു? ലൈംഗിക വിശുദ്ധി അവർ കാത്തു സൂക്ഷിച്ചില്ല എന്നതായിരുന്നു അതിനു കാരണം. അപ്പോൾ ഇത് വലിയൊരു വിഷയമാണ്. രണ്ടാമത്തെ വിഷയമാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചയ്ക്ക് ആധാരമെന്ന് പറയുന്നത്. രണ്ടാമത്തെ വിശുദ്ധി മനുഷ്യൻ കാത്തു സൂക്ഷിക്കേണ്ടത് അവന്റെ സമ്പത്തിന്റെ സമ്പാദനത്തിലും അതിന്റെ വിനിയോഗത്തിലുമാണ്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയുമ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഖുർആൻ വെച്ചുകൊണ്ട് പറഞ്ഞു, ഖിയാമൻ ലിന്നാസ്, ഇത് ജനങ്ങളുടെ എക്സിസ്റ്റൻസ് ആണ്, നിലനിൽപ്പാണ് എന്ന്. വിശുദ്ധ ഖുർആനിൽ മറ്റൊരു പദം അല്ലാഹു തആല ഉപയോഗിച്ചത് ഫളൽ എന്നാണ്. ഫളൽ എന്നതിന് ശ്രേഷ്ഠത എന്നും ഔദാര്യമെന്നും ഒക്കെ നമുക്ക് അർത്ഥം പറയാൻ വേണ്ടി കഴിയും.
അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളിയാഴ്ചയുടെ മഹത്വം മഹാത്മ്യം പറയുന്നിടത്ത് ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറു ഫിൽ അർളി വബ്തഗു മിൻ ഫദ്ലില്ലാഹ്, അല്ലാഹുവിന്റെ ഫദ്ലിൽ നിന്ന് നിങ്ങൾ എല്ലാവരും തേടിക്കൊള്ളുക. നിങ്ങൾ പള്ളിയിലേക്ക് വാങ്ക് വിളിച്ചും അല്ലാത്ത പള്ളിയിലേക്ക് വാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങാടിയിൽ കച്ചവടവുമായിട്ട് വ്യാപൃതരാകരുത്. നിങ്ങൾ ഉടനെ തന്നെ ഫസ്ഔഇല സിക്രില്ല, പടത്തറപ്പിന്റെ ആ വിശുദ്ധമായ നാമപ്രകീർത്തനത്തിന് വേണ്ടി നിങ്ങളൊക്കെ വെള്ളിയാഴ്ചയിൽ പള്ളികളിലേക്ക് ആഗതരാകണം എന്ന ആ കൽപ്പനയ്ക്ക് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇനി നിസ്കാരമൊക്കെ കഴിഞ്ഞ് സലാം വീട്ടി കഴിഞ്ഞാൽ നിങ്ങൾ വേഗം പൊക്കോളൂ, നിങ്ങൾ പോയിട്ട് നന്നായിട്ട് അധ്വാനിച്ചോളൂ, സമ്പാദിച്ചോളൂ, നിങ്ങൾക്ക് വേണ്ടതൊക്കെ നിങ്ങൾ ഹലാലായ രീതിയിൽ സമ്പാദിച്ചോളൂ. അവിടെ അല്ലാഹു തആല പറഞ്ഞത് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ അള്ളാന്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ സമ്പാദിച്ചോളൂ എന്നാണ്. സമ്പാദ്യം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഫദ്ലാണ്. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ വലിയ അത്യാഗ്രഹിയാണ്. അത്യാഗ്രഹി എന്ന് പറയുമ്പോൾ അവൻ വെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. അവന്റെ കൃത്യമായ വ്യവഹാരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരീക്ഷിക്കുന്നുണ്ട് എന്നത് വലിയൊരു സത്യമാണ്. എന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മനുഷ്യൻ മുതലിനോട് വല്ലാതെ അഭികാമ്യം കാണിക്കുന്നവനാണ്, മുതലിനോട് വല്ലാത്ത താല്പര്യം കാണിക്കുന്നയാളാണ് മനുഷ്യൻ. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ الذي جمع مالا وعدده يحسب أن ماله أخلده كلا لينبذن في الحطمة. الله سبحانه وتعالى പറയുന്നു, جمع مالا وعدده إنه لحب الخير لشديد. മറ്റൊരു ആയത്തിൽ ഇങ്ങനെയാണ്, അവൻ മുതലിനോട് വല്ലാത്ത ഇഷ്ടം കാണിക്കുന്നവനാണ്. മനുഷ്യൻ അങ്ങനെയാണ്. മുതല് സമ്പാദ്യം എന്ന് പറയുന്നിടത്ത് ചിലപ്പോൾ ആത്മബന്ധങ്ങളും രഹിതബന്ധങ്ങളും സ്വന്തം കുടുംബക്കാരും പിതാവും മാതാവും അല്ലെങ്കിൽ മക്കളും വാപ്പയുമ്മയും എന്ന ബന്ധം പോലും അയൽവാസി എന്ന ബന്ധം പോലും അവിടെ പരിഗണിക്കപ്പെടുകയില്ല. അവന് മുതലായിരിക്കും വലുത് എന്നൊരു പരമാർത്ഥം അല്ലാഹുവിടെ വ്യംഗ്യമായി നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവനവന്റെ കൈകളെ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പാദ്യത്തെക്കാളും വലിയൊരു സമ്പാദ്യം ലോകത്ത് കിട്ടാനില്ല എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട ഹബീബിന്റെ ഹദീസിലേക്ക് നമുക്ക് കടക്കാം. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു, മാ അകല അഹദുൻ തുആമൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅകുൽ മിൻ അമലി യദി. ഒരു മനുഷ്യൻ തന്റെ സമ്പാദ്യത്തിൽ നിന്ന്, ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന് ഭക്ഷിക്കുന്നതിനേക്കാളും നല്ല ഒരു ഭക്ഷണം ഒരു മനുഷ്യനും ഭക്ഷിക്കുന്നില്ല. അവിടുന്ന് ഇവിടുന്ന് വെട്ടിപ്പിടിച്ച പൈസ, ആരാനെ തട്ടിപ്പിലൂടെ എങ്ങനെയൊക്കെ പറ്റിച്ചുണ്ടാക്കിയ ക്യാഷ്, ഇതുകൊണ്ട് മക്കൾക്ക് തീറ്റ കൊടുക്കുക, ഇതുകൊണ്ട് ഭാര്യയെ ഭക്ഷണം കഴിപ്പിക്കുക, ഏറ്റവും വൃത്തികെട്ട ഏർപ്പാടാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് കാരണം പറയാണ്, ഇന്ന നബിയല്ലാഹി ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം കാന യഅകുൽ മിൻ അമലി യദിഹി. സയ്യിദുന ദാവൂദ് നബി അലൈഹിസ്സലാം, ദാവീദ് എന്ന ബൈബിളിൽ കാണുന്ന സയ്യിദുന ദാവൂദ് നബി അലൈഹിസ്സലാം അടക്കി ഭരിച്ച മഹാചക്രവർത്തിയായിരുന്നു. സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. മഹാനായ സയ്യിദുന ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കാന യഅകുൽ ബിഅമലി യദിഹി. സ്വന്തം കൈകളെ കൊണ്ട് അധ്വാനിക്കുന്ന സമ്പാദ്യം കൊണ്ടായിരുന്നു താൻ ഭക്ഷിച്ചിരുന്നത്, തന്റെ കുടുംബത്തെ ഭക്ഷിപ്പിച്ചിരുന്നത്. ഓ മഹാചക്രവർത്തിയോ! അതെ, മഹാചക്രവർത്തിയാണെങ്കിൽ പോലും വെറുതെ കുത്തിയിരുന്നിട്ടില്ല. ചൈനയിൽ വെറുതെ കുത്തിയിരുന്നു കഴിഞ്ഞാൽ വെറുതെ ഒരു പണിയില്ലാത്തവർക്ക് ഗവൺമെന്റ് ശക്തമായ പണിഷ്മെന്റ് ആണ്, അറസ്റ്റ് വാറന്റ് വരെയുണ്ട്. ചൈനയിൽ വെറുതെ ഇരിക്കാൻ പറ്റില്ല. നമ്മുടെ കേരളത്തിൽ നേരെ മറിച്ചാണ്, ഇന്ത്യയിൽ നേരെ മറിച്ചാണ്. ഇവിടെ വെറുതെ ഇരിക്കുകയാണ്, ജോലിയിൽ കയറിയിട്ട് പിന്നെ വെറുതെ ഇരിക്കുക ചെയ്യാം. ചൈനക്കാർക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല. ഇന്നലെ എനിക്ക് മദീനയിൽ നിന്ന് എന്റെ പ്രിയ സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെയുള്ള ഒരുവിധം തോട്ടങ്ങളെല്ലാം തന്നെ, ഇവിടെയുള്ള ഒരുവിധം ഈത്തപ്പഴത്തിന്റെ വലിയ വലിയ തോപ്പുകൾ അത് ചൈന മാർക്കറ്റാക്കി മാറ്റിയിട്ടുണ്ട് എന്നാണ്. വലിയ കണ്ടെയ്നർ കണക്കിന് അവരാണ് ഇനി ഇവിടുത്തെ റിലയൻസ് ചെയ്തതുപോലെ അവരാണ് ഇനി മദീനയിലെ മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത് എന്ന വിവരം എനിക്ക് മദീനയിലെ ഒരു വലിയ ഹോൾസെയിൽ ഈത്തപ്പഴ കച്ചവടക്കാരൻ എന്നെ വിളിച്ചു പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, മാർക്കറ്റ് രംഗം എന്ന് പറയുന്നത് അധ്വാനിക്കുമ്പോൾ നമുക്കറിയാം, അധ്വാനിച്ചുകൊണ്ട് ആ രീതിയിൽ സമ്പാദിക്കുന്ന സമ്പാദ്യത്തിന് വലിയ ഒരു സമ്പാദ്യത്തിന് ഒരു രസമുണ്ട്. അതിനാണ് യഥാർത്ഥത്തിൽ മഹത്വമുള്ളത്. അങ്ങനെ ഇങ്ങനെ വെട്ടിപ്പിടിക്കുന്നിടത്തല്ല. അപ്പൊ നമ്മൾ വെറുതെ കിട്ടുന്ന ക്യാഷിന് വേണ്ടിയിട്ട് ആരും നിൽക്കരുത്. എങ്ങനെയെങ്കിലൊക്കെ വരുന്ന ക്യാഷിന് വേണ്ടിയിട്ടല്ല നമ്മൾ നിൽക്കേണ്ടത്. കഠിനാധ്വാനം ചെയ്ത് ആ അധ്വാനമാണ് സംതൃപ്തി എന്ന നിലയിലുള്ള ക്യാഷ് ആയിരിക്കണം. അതാണ് ഏറ്റവും പവിത്രമായതും ഏറ്റവും മഹത്തരമേറിയതും. ഇവിടെ നമുക്ക് നോക്കാം, മഹാനായ നബിയുന ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പണി എന്തായിരുന്നു? നമ്മുടെയൊക്കെ നാട്ടിൽ കൊല്ലപ്പണിക്കാരെടുക്കുന്ന പണി, കൊല്ലപ്പണിക്കാരെന്ന് പറയുമ്പോൾ ഇരുമ്പ് അങ്ങേയറ്റം ചൂടാക്കിയിട്ട് അതിനെ അടിച്ച്, പണ്ടൊക്കെ അങ്ങനെയാണല്ലോ കൊല്ലപ്പണിക്കാരെന്ന് പറയുന്നത്. അപ്പോ ആ കൊല്ലപ്പണിക്കാരെടുക്കുന്ന പണിയാണ് ദാവൂദ് നബിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ദാവൂദ് നബിക്ക് അല്ലാഹു വലിയ കഴിവ് കൊടുത്തു. മുഅ്ജിസത്തിന്റെ ഭാഗമായി ഇരുമ്പിനെ
താൻ മൈദ കുഴക്കും പോലെ കുഴക്കുമായിരുന്നു. എന്ന് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ടവരെ പറ്റി അള്ളാഹു ഇങ്ങനെ പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട ദാവൂദ് നബിയെ പറ്റി പറഞ്ഞു, ദാവൂദ് നബി, അങ്ങേക്ക് നമ്മൾ ഇരുമ്പിനെ മൈദ കുഴക്കും പോലെ മറ്റ് മാവുകൾ കുഴക്കും പോലെ ഇങ്ങനെ കുഴച്ചിട്ട് ഇരുമ്പിനെ മഹാനവറുകൾക്ക് വളരെയധികം ലഘുവായ, വളരെ ഭാരമില്ലാത്ത, വളരെ പ്രയാസകരമല്ലാത്ത ഒരവസ്ഥയിലേക്ക് ഇരുമ്പിനെ അള്ളാഹു ട്രാൻസ്ഫോം ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് മഹാനവറുകൾ ഉണ്ടാക്കിയത് അങ്കിയായിരുന്നു, പടയങ്കിയായിരുന്നു. ലബൂസ് എന്ന പദത്തിനർത്ഥം പടയങ്കി എന്നാണ്. ദാവൂദ് നബി എന്ന് പറയുന്ന മഹാചക്രവർത്തി പടയങ്കി നിർമ്മിച്ചുകൊണ്ടാണ് രാവിലെ കത്തലടക്കിയിരുന്നത്, ഉച്ചയ്ക്ക് തന്റെ കുടുംബത്തെ പോറ്റിയിരുന്നത്, വൈകുന്നേരം ചായ കൊടുത്തിരുന്നത്, രാത്രിയുള്ള ഭക്ഷണം തന്റെ കുടുംബത്തിന് കൊടുത്തിരുന്നത്. രാജാവായിരുന്നിട്ട് പോലും വെറുതെ കിട്ടിയ പൈസ ഉണ്ടായിരുന്നില്ല. അധ്വാനമേ സംതൃപ്തി. വെറുതെ കിട്ടുന്ന പൈസയല്ല നമുക്ക് വേണ്ടത് എന്നത് വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആനും ഹബീബിന്റെ ഹദീസും നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മളൊക്കെ ഷോർട്ട് കട്ടിലൂടെ എങ്ങനെ പൈസ ഉണ്ടാക്കാമെന്ന് വല്ലാണ്ട് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. വിശിഷ്ട മുസ്ലിങ്ങൾ എന്തുകൊണ്ടാണ് ക്രൈസ്തവർ മല കീഴടക്കുന്നത്? ഏത് നമ്മൾ പറയാറുണ്ട്, ബസ്സില്ലാത്ത സ്ഥലത്തേക്ക് നോക്കിക്കഴിഞ്ഞാലും ബസ്സില്ലാന്ന് തോന്നുന്ന സ്ഥലത്തേക്ക് പോലും പാലയിലുള്ള ബസ് ഉണ്ടാവും. അതിന്റെ കാരണം അവിടുത്തെ ക്രൈസ്തവരുടെ വലിയ ആധിപത്യം എന്ന് മാത്രമല്ല, അവരൊക്കെ അവിടെ ഒന്നുമല്ലാത്ത കുന്നുകളെ അവർ വന്ന് കീഴടക്കിയിട്ട് അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് അവർ വന്നതിന് ശേഷം അധ്വാനിച്ച് സ്വന്തം കൈകളെ കൊണ്ട് കൃഷി ചെയ്ത് ആ ഭാഗം മലകളും കുന്നുകളുമൊക്കെ അവർ കൃത്യമായിട്ടും കൃഷിഭൂമിയാക്കി മാറ്റിയിട്ടുണ്ടാവും. നമ്മളുള്ള തണ്ണീർ തടങ്ങളടക്കം നമ്മൾ സിമന്റ് കൊട്ടാരങ്ങളാക്കി മാറ്റിയിട്ടുണ്ടാവും. ഇതല്ലേ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. അധ്വാനിക്കണം. വിശുദ്ധ ഖുർആൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞു, ഇന്നല്ലാഹ തയ്യിബ് ലാ യഖ്ബൽ ഇല്ലാ തയ്യിബ. അല്ലാഹു നല്ലവനാണ്, അല്ലാഹു നല്ലതിനെ ഇഷ്ടപ്പെടുന്നവനാണ്, അല്ലാഹു നല്ലതല്ലാത്തത് സ്വീകരിക്കില്ല എന്ന്. ഇന്നല്ലാഹ ലാ യഖ്ബൽ ഇല്ലാ തയ്യിബൻ. എന്നിട്ട് പറയുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല, വ ഇന്നല്ലാഹ അമറ അൽ മുഅ്മിനീന ബിമാ അമറ ബിഹി അൽ മുർസലീൻ. മുർസലീങ്ങളോട് പടച്ചവൻ പറഞ്ഞ കാര്യം എന്ത്? അതാണ് മുഅ്മിനീങ്ങളോടും അല്ലാഹുവിന്റെ കൽപ്പന എന്ന്. അതെന്തായിരുന്നു? ഹേ മുർസലീങ്ങളെ, അല്ലാഹു മുർസലീങ്ങളായ പ്രവാചക പുങ്കവന്മാരോട് പറഞ്ഞതു തന്നെയാണ് സത്യവിശ്വാസികളും വിശ്വാസിനികളുമായിട്ടുള്ള ആളുകളോട് അല്ലാഹുവിനെ പറയാനുള്ളത്. അതെന്താ? കുലൂ മിന ത്വയ്യിബാതി വഅമലു സ്വാലിഹാ. നിങ്ങളൊക്കെ നല്ലത് കഴിക്കണം. നല്ലത് കഴിച്ചിട്ട് നല്ല ആഹാരം നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തിച്ച് അങ്ങനെ മെറ്റാബോളിസം നിങ്ങളുടെ പ്രക്രിയയൊക്കെ നടന്നിട്ട് ഡൈജസ്റ്റീവ് പ്രോസസ്സിംഗ് എല്ലാം നടന്നതിന് ശേഷം മാഷാ അല്ലാഹ് നിങ്ങൾക്ക് നല്ല രക്തം നിങ്ങളുടെ ശരീരത്തിലൂടെ സർക്കുലേറ്റ് ചെയ്യണം. ഇതിൽ നല്ല മനസ്സ് നിങ്ങൾക്ക് വേണം, നല്ല ആരാധന നിങ്ങൾക്ക് വേണം. വഅമലു സ്വാലിഹ്. അപ്പോൾ ഒരു കാര്യം വ്യക്തമായി, നല്ലത് പ്രവർത്തിക്കണമെങ്കിൽ നല്ലത് കഴിക്കണം എന്നർത്ഥം. ഇപ്പൊ നമ്മൾ ഓതി വെച്ച അൽക്കഫ് സൂറത്തിൽ അസ്കാഫ് ആമൻ എന്ന് പറയുന്നില്ലേ, ഹൈലി പ്യൂരിഫൈഡ് ഫുഡ് എന്നർത്ഥം. ഏതൊക്കെ ഹൈലി പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഫുഡ്? ഹറാം കലരാത്ത ഫുഡ്. മാഷാ അല്ലാഹ് അസ്കാഫ് ആമൻ എന്ന് പറയുന്നില്ല. ആ ഗുഹാവാസികളുടെ ചരിത്രം പറയുന്നുണ്ട്. അവർ 3000 കൊല്ലം 300 കൊല്ലം അവർ ഉറങ്ങിക്കിടന്നിട്ട് മഹാനായ ജല്ല ജലാലുവായ അല്ലാഹു തആല പറയുന്നു, 309 കൊല്ലം ഉറങ്ങിക്കിടന്നിട്ട് അവർ എണീക്കുകയാണ്. അവരുടെ കയ്യിൽ ഒരു പഴയ കാലത്തുള്ള നാണയം കിട്ടി. ആ നാണയം അതുമായിട്ട് ചെല്ല്, അങ്ങാടിയിൽ പോയിട്ട് നല്ല ഭക്ഷണം വാങ്ങിയിട്ട് വാ എന്നല്ലേ അവർ പറയുന്നത്. ഹറാം കലരാത്ത ഭക്ഷണം. അപ്പോഴേ നമുക്ക് നമ്മുടെ ആരാധന അല്ലാഹു സ്വീകരിക്കുള്ളൂ. പൊന്നാര നബി ഒരു കാര്യം പറയുന്നുണ്ട്. പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് ഒരാളെ പറ്റി പറഞ്ഞു കൊടുത്തു. അള്ളാഹുവിന്റെ മാർഗത്തിൽ അദ്ദേഹം യാത്ര ചെയ്യുക തന്നെ. നഖം വെട്ടാൻ അദ്ദേഹത്തിന് സമയമില്ല. മുടി ചെടകുത്തി നിൽക്കുകയാണ്, അതൊന്നും ചെയ്യാൻ അദ്ദേഹത്തിന് സമയമില്ല. ശരീരമൊക്കെ രോമങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും പഠിക്കാൻ ഷേവ് ചെയ്യാൻ സമയമില്ല അദ്ദേഹത്തിന്. മുടി ശരീരം പൊടിപടലങ്ങൾ പാറി ഒരു വല്ലാത്ത അവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ കോലം. പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മുടിയൊക്കെ ചെടകുത്തി എന്തോ ഒരു അവസ്ഥയിലായിട്ടുണ്ട്. ഇരു കൈകളും ആകാശത്തേക്ക് അദ്ദേഹം ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവിന്റെ കാര്യങ്ങൾ സലാമത്താക്കി തരണേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മത്അമുഹു ഹറാമുൻ വമശ്റബുഹു ഹറാമുൻ വമൽബസുഹു ഹറാമുൻ ഫഅന്നാ യുസ്തജാബു ലഹു. അയാൾ എടുത്തിരിക്കുന്ന ഡ്രസ്സ് ഹറാമിന്റെ പൈസ കൊണ്ട് വാങ്ങിയതാണ്. അയാൾ കഴിക്കുന്ന ഭക്ഷണം ഹറാമിന്റെ ഭക്ഷണമാണ്. അയാൾ കുടിക്കുന്ന പാനീയം ഹറാമിന്റെ പൈസ കൊണ്ട് വാങ്ങിയതാണ്. പിന്നെ അയാൾ ദ്വാരത്തെ വല്ല മറുപടി പഠിച്ചു കൊടുക്കുവോ? ആള് വലിയ യോദ്ധാവാണ്, ദീനിന്റെ വലിയ സേവകനാണ് എന്ന് പറഞ്ഞിട്ടുള്ള പലിശയും
അള്ളാഹു ഹലാലാക്കിയിട്ടില്ലാത്ത ഹറാമാക്കിയിട്ടുള്ള കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ദുആഇനാൽ പടച്ചവൻ മറുപടി കൊടുക്കില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അർഹമായതായിരിക്കണം നമ്മൾ സമ്പാദിക്കേണ്ടതും, അർഹമായത് മാത്രമായിരിക്കണം നമ്മൾ നമ്മുടെ മക്കൾക്കും ഭാര്യക്കും ഒക്കെ തീറ്റയ്ക്കേണ്ടത്, അവർക്ക് വേണ്ടി കൊടുക്കേണ്ടത്. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അൽ ഹലാലു ബയ്യിൻ വൽ ഹറാമു ബയ്യിൻ വബൈനഹുമാ ഉമൂർ മുസ്തബിഹാത്ത് ലാ യഅലമുഹുന്ന കസീറുൻ മിനൻ നാസ് ഫമൻ ഇത്തഖഅ അശ്ശുബഹാത്തി ഇസ്തബറ അല ദീനി വഇർളി വമൻ വഖഅ ഫി അശ്ശുബഹാത്ത് വഖഅ ഫി الحرام كراعي يرعى في الحمى يوشك أن يرتع فيه ألا لكل ملك حمى وإن حمى الله سبحانه محارمه إن شفيعنا رسول الله. എല്ലാ ആളുകൾക്കും ഒരു നിരോധിത മേഖലയുണ്ടാവും. ഏതൊരു രാജാവിനുമുണ്ട് നിരോധിത മേഖല, ഏതൊരു രാഷ്ട്രത്തിനും ഉണ്ടാകും നിരോധിത മേഖല. ആ നിരോധിത മേഖലയിലേക്ക് അടുക്കാൻ പറ്റുകയില്ല. അതേപോലെ നമുക്കും ചില നിരോധിത മേഖലകളുണ്ട്. നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ നമ്മൾ ഹറാമിലൂടെ സമ്പാദിക്കാനും പാടില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അങ്ങനെ ആരെങ്കിലും സമ്പാദിച്ചു കഴിഞ്ഞാൽ അത് മഹാനഷ്ടത്തിലേക്കാണ് അവനെ കൊണ്ടെത്തിക്കുക. അള്ളാഹുവിന്റെ ഹിമ എന്ന് പറയുന്നത്, അള്ളാഹു അടുക്കരുത് എന്ന് പറയുന്ന ഹറാമുകളാണ്. അത് നമുക്ക് സമ്പാദിച്ചതിലൂടെ ഒരിക്കലും നമ്മൾ നേടാൻ പാടില്ല. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കസീറുൻ മിനൻ നാസ് ലാ യഅലമൂൻ, ജനങ്ങളിൽ അധിക പേർക്കും അറിയുകയില്ല ഹലാൽ ഏതാണ് ഹറാം ഏതാണ്. ഇപ്പൊ നമ്മുടെയൊക്കെ നാടുകളിൽ നമ്മൾ പുറത്ത് യാത്ര ചെയ്യുന്ന ആളുകൾ, ഇപ്പൊ യൂറോപ്പ് പോലെയുള്ള രാഷ്ട്രങ്ങളിൽ ബെസ്റ്റിൽ ഹലാൽ ഫുഡ് എന്ന് പറയുന്നതിന് വലിയ മാർക്കറ്റാണ്. ഹലാൽ മീറ്റ് ആൻഡ് പോൾട്രി ഫുഡ് എന്ന് പറയാറുണ്ട്. പോൾട്രി ഫുഡ് എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം ഇന്ന് നെയ്കളാണെങ്കിലും അതുപോലെ തന്നെ നമുക്കറിയാം ഇന്നത്തെ ഈ ഒരു ഡയറി ഫുഡ്സ് ആണെങ്കിലും പാലുൽപ്പന്നങ്ങളാണെങ്കിലും ആ പാലുൽപ്പന്നങ്ങൾക്ക് ഇത് എങ്ങനെ ഏത് പാലുകൊണ്ട് ഉണ്ടാക്കിയത്, ഏത് മൃഗത്തിന്റെ നെയ് കൊണ്ടാണ് ഉണ്ടാക്കിയെന്നുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഒരുപാട് സോസേജുകളുണ്ട്. ഈ സാധനങ്ങളൊക്കെ കൃത്യമായും ഐറ്റമൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് എന്റെ ഫ്രണ്ട് എടുത്ത് അമേരിക്കയിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ലുഫ്താൻസ എയറിലായിരുന്നു പോയിരുന്നത്. ലുഫ്താൻസ എയറിൽ ഫുഡ് ഏർപ്പാട് ചെയ്യുന്ന സമയത്ത് ഇത് ബുക്ക് ചെയ്യാൻ നേരത്തെ ചോദിക്കുന്നുണ്ട് ഫുഡ് പ്രിഫറൻസ് ഏതാണ് എന്ന്. ഈ ഫുഡ് പ്രിഫറൻസ് ചോദിക്കുന്ന സമയത്ത് ഇദ്ദേഹം പറയുന്നത് 3 ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കോഷർ എന്ന് പറയും. കോഷർ എന്ന് പറയുന്നത് ജ്യൂസിനുള്ളതാണ്. ജൂതന്മാർ കോഷർ ഫുഡാണ് വാങ്ങിക്കുന്നത്. അവരെ ഹലാലോ ഹറാമൊക്കെ അതാണ് കോഷർ ഫുഡ്. അത് ജ്യൂസിന് ബന്ധപ്പെട്ടതാണ്. എന്നാൽ മുസ്ലിങ്ങൾ അത് നമ്മൾ ഹലാൽ എന്ന് പറയും. എന്നാൽ സിഖുകാർ ജഡ്ക ഫുഡ് എന്ന് പറയാം. ഇപ്പൊ യൂറോപ്യൻ പോലുള്ള രാജ്യങ്ങളിലേക്ക് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വിടുകയാണെന്നുണ്ടെങ്കിൽ എയർലൈനിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഫുഡ് പ്രിഫറൻസ് നമ്മോട് ചോദിക്കും. ഈ ഫുഡ് പ്രിഫറൻസ് ചോദിക്കുമ്പോൾ നമുക്ക് മുസ്ലിങ്ങൾക്ക് ഹലാൽ എന്ന് ടിക്ക് ചെയ്യാം. ആ സമയത്ത് പിന്നെ സെർവ് ചെയ്യുന്ന ആൾ വന്നിട്ട് എയർ ഹോസ്റ്റസ് വന്നിട്ട് പറയും, ഓ യു ഓർഡർ ഹലാൽ ഫുഡ് യു മുസ്ലിം എന്ന് പറഞ്ഞിട്ട് മുസ്ലിം ഫുഡാണ് പിന്നെ തരുന്നത്. അപ്പൊ നമുക്കതിൽ എന്തൊക്കെ ഉണ്ടാവും. അവൻ ഇൻഗ്രീഡിയൻസ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? സത്യത്തിൽ ലുഫ്താൻസ എയറിലെ അവിടുത്തെ കോക്പിറ്റ് അവിടുത്തെ പ്രധാനപ്പെട്ട ക്രിയോട് എന്റെ സുഹൃത്ത് ചോദിക്കുമ്പോൾ പറഞ്ഞു, അദ്ദേഹം ഇത് വെറുതെ അച്ചടിച്ച് വരുന്നതല്ല, ഇതിൽ വലിയൊരു സംഘം തന്നെയുണ്ട്, വലിയ ടെക്നീഷ്യന്മാർ, ഫുഡ് ടെക്നീഷ്യന്മാരുണ്ട്. അവർ കൃത്യമായി അവർക്ക് മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങൾക്ക് വെറുതെ ഹലാൽ അടിച്ച് വരില്ല. പക്ഷെ ഇന്ത്യയിൽ കേരളത്തിലൊക്കെ നമുക്കത് പല ഉടായ്പായിട്ട് തോന്നുന്നുണ്ട്, അത് വേറെ വിഷയം. പക്ഷെ ഇവിടെ നിന്നിട്ട് വിട്ടു കഴിഞ്ഞാൽ അങ്ങനെയല്ല എന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. മാക്സിമം നമ്മൾ കൺട്രോൾ ചെയ്യും. പുറത്തൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ ഹലാൽ മാത്രം കഴിക്കാൻ നോക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ദ്വാരുന്ന മറുപടി കിട്ടൂല. അള്ളാഹു തആല നമുക്ക് അതിന് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മുസ്ലിമിൽ അഹ്മദ് തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, ലാ കസ്ബ ലാ യക്സ്ബ അബ്ദുൻ മാല ഹറാമിൻ, ഹറാമിന്റെ മുതൽ ഒരാൾ സമ്പാദിക്കുന്നു, ഫയതസദ്ദഖ മിൻഹു, എന്നിട്ട് അതിൽ നിന്ന് പള്ളിക്ക് ഇങ്ങനെ സംഭാവന ചെയ്യാം. മദ്രസന്റെ ആവശ്യമുണ്ട് 2 ലക്ഷം, ഇയാൾ മഹാപലിശക്കാരനാണ്. സ്വീകരിക്കരുത് പള്ളി കമ്മിറ്റിക്കാരെ, സ്വീകരിക്കാൻ പാടില്ല. ചില ആളുകളുടെ വന്നിട്ട് കംപ്ലീറ്റ് ഞാനങ്ങ് എടുത്തോളാം എന്ന് പറയും. അയാളുടെ സമ്പത്തിന്റെ ഹലാലിയത്തും ഹറാമിയത്തും നോക്കണം. ഏതാനും പള്ളിയുടെ ഹൗസ് പൊളിഞ്ഞു കിടക്കല്ലേ, മിനാര പൊളിഞ്ഞു കിടക്കല്ലേ, കിടക്കട്ടെ, പൈസ വരില്ലേ, 5-8 ലക്ഷമല്ലേ, അല്ലെ 10-15 ലക്ഷം, 50 ലക്ഷമല്ലേ, നോനോ, സ്വീകരിക്കാൻ പാടില്ല. പള്ളി കമ്മിറ്റിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഇബാദത്തിന് എങ്ങനെ ശരിയാവുക? ഇയാൾ പലിശന്റെ പൈസ ഉപയോഗിച്ചിട്ട് എത്തപ്പത്തക്ക മിൻഹു, അയാൾ സ്വതക്ക ചെയ്യുന്നത് എടുക്കാൻ പാടില്ല എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞില്ല. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അയാൾ സ്വതക്ക ചെയ്താൽ അള്ളാഹു സ്വീകരിക്കില്ല. 2 അയാൾ ആ പൈസ ഉപയോഗിച്ചിട്ട് മക്കൾക്ക് പഠിക്കാൻ മുസ്ഹഫ് വാങ്ങുന്നു. ആ മക്കൾ അത് ഓതിയാൽ കൂലി ഉണ്ടാവില്ല. കാരണം പലിശ കൊണ്ട് വാങ്ങിയ മുസ്ഹഫാണ്. പിന്നെ എന്തിനാണ് പണിയെടുക്കുന്നത്? ഖുർആൻ വാങ്ങിയാലും ശരി, വേറെ എന്ത് വാങ്ങിയാലും ശരി, അയാൾ നല്ലത് ചെയ്തിട്ടും കാര്യമില്ല, അള്ളാഹു സ്വീകരിക്കില്ല എന്ന് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഇനി അത് അയാളെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു. എന്നുവെച്ചാൽ അയാൾ മരിച്ചുപോയപ്പോ ഇയാളെങ്കിൽ വലിയ പലിശക്കാരനാണ്. ആ പലിശന്റെ പൈസ കംപ്ലീറ്റ് ബാക്കിയുണ്ട്. ഇനി അയാളെ മക്കൾക്ക് എടുക്കാൻ പറ്റുമോ? മക്കളിലൂടെ അതങ്ങോട്ട് അനന്തരം പോയി കഴിഞ്ഞാൽ
ഇല്ല കാന സാദുഹു ഇല നാർ, അത് നരകത്തിലേക്കുള്ള മുതൽക്കൂട്ടായിരിക്കുമെന്ന് പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പലിശന്റെ ഇടപാടുകാർ ശ്രദ്ധിക്കണം, നമ്മുടേതല്ലാത്ത നമുക്ക് വേണ്ട. എന്റെ പൊന്നു ഹബീബിങ്ങളെ, ഹബീബ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടക്കുകയേയില്ല, ലഹ്മുൻ, ഒരു മാംസത്തടി എന്ന ശരീരം, നബത മിനസ് സുഹ്തി, ഹറാമിൽ മുളച്ചത്, ഇല്ല കയറൂല, സ്വർഗ്ഗത്തിൽ കയറൂല. വകുല്ലു ലഹ്മിൻ നബത മിനസ് സുഹ്തി ഫസാഖ അന്നാറു ഔലാ ബിഹി, ഇനി ആരെങ്കിലും അങ്ങനെ ഹറാമ് മുളച്ച സമ്പാദ്യം തിന്നു എന്ന് കരുതുക, അവന് നരകം ഗ്യാരണ്ടിയാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നോക്കൂ, നിങ്ങൾ ഇവിടെ ജൂതന്മാർ ഒരു പണി ചെയ്തു. ജൂതന്മാർക്ക് നെയ്പ്പാട ഹറാമായിരുന്നു. ഷഹൂം എന്നാ പറയാം, നെയ്പ്പാട, കൊഴുപ്പ് കൂട്ടുന്ന നെയ്പ്പാട ജൂതന്മാർക്ക് അല്ലാഹു ഹറാമാക്കി, യഹൂദികൾക്ക്. ആ സമയത്ത് അവർ എന്താ ചെയ്തതെന്ന് ഒരു ട്വിസ്റ്റ് നടത്തി, ചെറിയൊരു ട്വിസ്റ്റ്. നമ്മൾ ട്വിസ്റ്റിന്റെ ആൾക്കാരുണ്ട്, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാതറല്ലാഹു യഹൂദ്, ജൂതന്മാർ അല്ലാഹു ശപിക്കട്ടെ, ഹറമല്ലാഹു അലൈഹിം അഷ്ഹൂം, അല്ലാഹു അവർക്ക് നെയ്പ്പാട ഹറാമാക്കി. ഫബഅൂഹ വഅകലൂ സമനഹ. അപ്പൊ അവർ വലിയൊരു ഐഡിയ ഉപയോഗിച്ചത്, ഇത് കൊണ്ടുപോയിട്ട് മാർക്കറ്റിൽ വെച്ച്, എന്നിട്ട് ആ പൈസ എടുത്തിട്ട് അവര് ഭക്ഷണം കഴിക്കുക. ഞാൻ കഴിച്ചിട്ടില്ലല്ലോ, ഞാൻ നെയ്യ് കഴിച്ചിട്ടില്ലല്ലോ, നെയ്യിന്റെ പൈസ കൊണ്ടല്ലേ ഞാൻ കഴിക്കുന്നത്, ഇത് രണ്ടും ഹറാമല്ലേ? അങ്ങനെ കുറെ ആൾക്കാർക്ക് അള്ളാനെ പറ്റിക്കുന്ന പരിപാടിയുണ്ട്. ഈ പലിശനെ എങ്ങനെ ഹലാലാക്കാമെന്നുള്ള രീതിയിൽ അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒഴിവ് കഴിവ് പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും രക്ഷപ്പെടാൻ കഴിയില്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഅതി അല നാസ് സമാൻ ലാ യുബാലി അൽമർഉ മാ അഖദ മിൻഹു, എവിടെന്നാണ് മുതൽ വരുന്നത് എന്നതിനെ പറ്റി ചിന്തിക്കാത്തൊരു കൗമ് അന്ത്യനാളിനോട് അടുക്കുമ്പോൾ വരും. നമ്മളാണത്. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അവർക്ക് അങ്ങ് വന്നാൽ മതി, ക്യാഷ് വന്നാൽ മതി, പണം വരട്ടെ, അതന്നെ അവർക്കുള്ള ചിന്ത. ദീപസ്തംഭം മഹാശ്ചര്യം, എനിക്ക് കിട്ടണം പണം, അതിനപ്പുറമൊന്നുമില്ല. ഇതിന്റെ ഹലാലത്ത് അറമൊന്നും നോക്കില്ല. മഹാനായ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദ ഒരു കുടിയിരിക്കലിന്, ഒരു ഹൗസ് വാമിങ്ങിന് നമ്മുടെ നാട്ടിലൊരുത്തൻ ക്ഷണിച്ചതാണ്. എന്താണോ, എവിടെയാണോ നിന്റെ രാജ്യം? നാടെവിടെയെന്ന് ചോദിച്ചത്. കൊണ്ടോട്ടിയിൽ സ്ഥലത്താണ്. എന്താണോ നിനക്ക് പണി? ഞാൻ ഗൾഫിൽ ഇന്നാലും. നിന്റെ വീടിന് എത്ര റുപ്യ ചെലവായി? ഇത്ര റുപ്യ ചെലവായി. 15 ലക്ഷം. 18 ലക്ഷം. ഈ 18 ലക്ഷത്തിനുള്ള വരുമാനം നിനക്കുണ്ട്, നിനക്ക് എന്താ പണി ഗൾഫിൽ? ഇന്നാലിന്റെ പണിയാണ്. ആ പണിക്ക് എത്രയുണ്ട് ശമ്പളം? അപ്പൊ മഹാനഗറിൽ ഇങ്ങനെ കണക്ക് കൂട്ടി, ഇയാൾ ഹൗസ് ഡ്രൈവറാണ്. കൊച്ചു ശമ്പളത്തിൽ ഇങ്ങനെ എത്ര വലിയ പൈസന്റെ വീടുണ്ടാക്കി. അപ്പോൾ അവിടെ വന്നു, തൽക്കാലം അഹമ്മദ് അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. എന്തേ പാടം ഭക്ഷണം കഴിക്കാൻ എന്താലേ? ഈ പലിശന്റെ പലിശയാണെന്ന് മഹാനവർക്ക് തോന്നിപ്പോയി, അല്ലെങ്കിൽ അനർഹമായത് ഉണ്ടാക്കിയിട്ടാണ് ഈ വീടുണ്ടാക്കിയെന്ന് ഷേഖുന കണ്ണിയത്തുസ്താദിന് തോന്നിപ്പോയി. അതുകൊണ്ട് വേണ്ട, ഞാൻ അറിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ആ സൂക്ഷ്മത നമുക്ക് എത്ര പേർക്കുണ്ട് എന്നത് നമ്മൾ ഒരു വേള ചിന്തിക്കേണ്ടവരാണ്. എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, പലിശ എന്ന പദത്തിന് റിബ എന്നാണ് അറബിയിൽ പറയുക. എന്താണ് ഇതിന്റെ അർത്ഥം? സിയാദ, ജാസ്തിയാവ, വർദ്ധിക്കുക എന്നൊക്കെയാണ്. വർദ്ധനവെന്നാണ് സിയാദ എന്നാണ് അർത്ഥം. يا أيها الذين آمنوا لا تأكلوا أموالكم بالباطل إلا أن تكون تجارة عن تراض منكم ولا تقتلوا أنفسكم إن الله كان بكم رحيما. യഥാർത്ഥത്തിൽ നിങ്ങൾ ആരും തന്നെ ഹറാമായ പലിശന്റെ പണം ഒന്നും കഴിക്കുകയോ ഉപയോഗിക്കുകയൊന്നും ചെയ്യരുത്. കഴിക്കരുത് എന്ന് സിംബോളിക്കാണ്. ഒരു കഴിക്കൽ മാത്രമല്ല, ഉടുക്കരുത്, അതേറ്റ് വ്യവഹാരം നടത്തരുത്, ഒന്നും ചെയ്യരുത്. يا أيها الذين آمنوا لا تأكلوا الربا أضعافا مضاعفة واتقوا الله. നിങ്ങൾ ആരും പലിശന്റെ പിന്നാലെ പോകല്ലേ, അള്ളാഹനെ സൂക്ഷിക്കണേ എന്ന് അല്ലാഹു തആല നേരത്തെ പറഞ്ഞത് നിസാ 28, ഇപ്പോൾ ഓതിയത് ആല ഇംറാൻ 130. പണം നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പാണ്. പണം കൊണ്ട് കച്ചവടം നടത്താം, പണം കൊണ്ട് കച്ചവടം നടത്തി ലാഭം നേടാം, പക്ഷെ പണം കച്ചവടം ചെയ്യരുത്. അതാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ബാങ്കിങ് സിസ്റ്റം. ബാങ്കിങ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ ആക്സെപ്റ്റിംഗ് ഫോർ ദി പർപ്പസ് ഓഫ് ലെൻഡിങ് എന്നാണ്. എന്തും ആക്സെപ്റ്റിംഗ് ഏർണിംഗ് ഫോർ ദി പർപ്പസ് ഓഫ് ലെൻഡിങ്. ലെൻഡിങ്ങിന് വേണ്ടി ഏത് സാധനവും ആക്സെപ്റ്റ് ചെയ്യുക. മേ ബി അത് ഗോൾഡ് ആവാം, മേ ബി അത് നമുക്ക് സാധാരണ പൈസയാവാം, എന്തുമാവാം, എന്തും അത് വാങ്ങി, അതുകൊണ്ട് അത് ലെൻഡിങ് ആണ്. അപ്പോൾ സത്യത്തിൽ മറ്റൊരാൾക്ക് കടം കൊടുക്കുക എന്ന ആവശ്യത്തിന്റെ ബാങ്ക് നമ്മളിൽ നിന്ന് സ്വീകരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സേവിംഗ് അക്കൗണ്ട്, നമ്മളൊക്കെ സേവിംഗ് അക്കൗണ്ട് ആളുകളാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് ബാങ്കില്ലാണ്ട് ശരിയാവില്ല എന്നത് ഒരു പരമാർത്ഥം. അല്ലാഹുവിനോട് നമുക്ക് കാവലിനെ തേടാം, അല്ലാണ്ട് വേറെ രക്ഷയില്ല. നമ്മൾ അതിൽ നിർബന്ധിതരാണ്. എന്നാൽ തന്നെയും കഴിവിന്റെ പരമാവധി പലിശ നമുക്ക് ഒഴിവാക്കാൻ കഴിയുമോ എന്നൊരു ചിന്ത ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വേണം. നാളെ അടുത്ത വെള്ളിയാഴ്ച നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ബഹുമാനപ്പെട്ട അൽ-ബഖറയിൽ നീണ്ട ആയത്ത് 273 മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്ന
287 ആയത്തുകളാണ് ചർച്ച ചെയ്യാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇന്ന് അപ്പൊ ബാങ്കിങ്ങിൽ സേവിംഗ് അക്കൗണ്ട് ആണെങ്കിലൊക്കെ 4% ഇൻട്രസ്റ്റ് വരും. പിന്നെ കറന്റ് അക്കൗണ്ട് എടുക്കാൻ പറ്റും. കറന്റ് അക്കൗണ്ടിൽ പലിശയില്ല എന്ന് അവർ ആദ്യമേ പറയുന്നു. അത് അധികം ബിസിനസ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പക്ഷെ എന്നാലും അതിലുമുണ്ട്. പക്ഷെ അതിലില്ലെങ്കിലും 5000 രൂപ മിനിമം ബാലൻസ് വേണം എന്നൊരു കണക്ക് അതിലുള്ളത് കൊണ്ട് സാധാരണക്കാർക്ക് അതും താങ്ങൂല. പിന്നെ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് സാമ്പത്തിക വർഷം എന്ന് പറയുന്നത്. കണക്കാക്കുന്ന സമയത്ത് എന്തായാലും അതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നുള്ള കാര്യം കട്ടായം ഉറപ്പാണ്. പിന്നെ നമ്മൾ കുറെ ആൾക്കാർ FD ചെയ്യുന്ന ആളുകളാണ്. സ്ഥിര നിക്ഷേപം, ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഒരു കാരണവശാലും അതിൽ പലിശ ഇല്ലാതിരിക്കുന്നത് പലിശയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. 5 ലക്ഷം കൊണ്ടുപോയിട്ട് ഉറപ്പ പലിശ ഉണ്ട്. അതിൽ നമുക്ക് 8% പലിശയാണ്. എത്ര ആളുകൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് FD ആയിട്ട് നടക്കുന്നു? എന്താ FD അക്കൗണ്ട് നമുക്ക് ഇന്നു മുതൽ വേണ്ട. എന്റെ പൊന്നു ഹബീബിങ്ങളെ, അള്ളാഹു നമുക്കതിൽ തൗഫീഖ് തരട്ടെ. നമ്മളെന്തിനാ ഇത് ഈ പൈസ കൊടുത്തിട്ട് ഹറാമായ നരകം നമുക്ക് വാങ്ങേണ്ട കാര്യമുള്ളൂ. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പിന്നെ പകരം നമുക്കിവിടെ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് ചെയ്യാനുള്ള TSB എന്നതാണ്. TSB വേണമെങ്കിൽ ചെയ്യാം. ഏത് ട്രഷറിയിൽ പോയാലും സേവിംഗ് ബാങ്ക് അക്കൗണ്ട് അവിടെ ഉണ്ട്. നമ്മൾ ഓരോരുത്തരുടെ ട്രഷറി TSB അക്കൗണ്ട് തുടങ്ങാം. മിനിമം ബാലൻസ് 100 മതി, 100 രൂപ മതി. TSB അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ആ രീതിയിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ ആലോചിക്കാവുന്നതാണ്. അങ്ങനെ പക്ഷെ അതിന് ചെറിയൊരു എന്തിനൊരു ഒരു കുറവുണ്ടാവുമല്ലോ. അതിന്റെ കുറവുണ്ടാകുന്ന പറഞ്ഞാൽ ഓൺലൈൻ സജീവമല്ല. അതൊക്കെ റിസർവ് ബാങ്ക് അതിന് വിടൂല്ല. അങ്ങനെയാണ് സാമ്പത്തിക വിദഗ്ധന്മാർ പറയുന്നത്. എന്താവട്ടെ, നമുക്ക് ഇൻഷാ അല്ലാഹ് വലിയ ചർച്ചയാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാനുള്ളത്. അല്ലാഹു നമുക്ക് നാഫിയായി പ്രദാനം ചെയ്യട്ടെ. ഇതിന്റെ പരമാവധി ഇത്തരം കാര്യങ്ങൾ നമുക്ക് മാറി നിന്ന് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ 274 ആയത്ത് മുതൽ 281 വരെ അൽ ബഖറ വിശദീകരിച്ച് അതിനെപ്പറ്റി പറയുന്നുണ്ട്. പിന്നെ നമ്മളൊക്കെ അങ്ങനെയാണ്. ഇസ്ലാമിന്റെ നിയമങ്ങൾ ആദ്യം ഇവിടെ നിന്ന് ഇല്ലാതാകുമെന്നാണ് ഉണ്ണി നബി പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ പലിശന്റെ കാര്യത്തിൽ ആർക്കും ഒരു പേടിയില്ലല്ലോ. അല്ല, ഞാൻ നിങ്ങൾ വെറുതെ ചിന്തിച്ചു നോക്കി, ആർക്കും അവിടെ പേടിയില്ല. നമ്മളൊക്കെ അക്കൗണ്ടിൽ പലിശ വരുന്നുള്ള കാര്യം ഉറപ്പല്ലേ? അടുത്ത ആഴ്ച നമുക്കത് വ്യക്തമായി പറഞ്ഞ് സംസാരിക്കാനുണ്ട്. ഖുർആനിന്റെ ആയത്ത് ഓതിയിട്ട് അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പക്ഷെ നമ്മുടെ സൗദി അറേബ്യ പോലും കഴിഞ്ഞ ആഴ്ച ഈ 23 സെപ്റ്റംബർ 23 ഇറക്കിയ ഓർഡിനൻസ് നിങ്ങൾ കണ്ടിട്ട് കാണും. ഒരുപക്ഷെ എന്റെ വാട്സപ്പിൽ അതിന്റെ കൃത്യമായ മംലക്കത്തുൽ അറബിയ്യത്തുൽ സഊദിയ്യ വിസാറത്തുൽ ദാഖിലിയ്യ എന്ന് പറയുന്ന തഅ്മീം മുഹിം ആജിൽ എന്ന് പറയുന്ന കൃത്യമായ അനൗൺസ്മെന്റ് ഉണ്ട്. അവിടുത്തെ ദാഖിലി മിനിസ്റ്റർ എന്ന് വെച്ചാൽ വിസാറത്തുൽ ദാഖിലിയ്യ, അവിടുത്തെ ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ള ഒരു കാര്യം. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ പരിശുദ്ധതയുടെ പച്ചയായിട്ട് വിശുദ്ധ സൗദി അറേബ്യയിൽ പിച്ച് ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ 23-ാം തീയതി. എന്നുവെച്ചാൽ ഒരു 2 ആഴ്ച ആകുന്നേ. حرص القيادة في المملكة على دور أكثر فعالية للمرأة السعودية في المجتمع يمنع منعا باتا ملاحقة المواطنة والباخرة بسبب عامل ارتداء الحجاب اعتبارا من 23 سبتمبر المصادف لليوم الوطني. രാജ്യത്തിന്റെ സൗദിയുടെ നാഷണൽ ഡേ ആയിരുന്നല്ലോ. അന്ന് മുതൽ ആരെങ്കിലും പെൺകുട്ടികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തിരിക്കുന്നു. അവിടുത്തെ ആഭ്യന്തരമന്ത്രിയുടെ ഉത്തരവാണ്. നമുക്ക് നെറ്റിൽ ചെക്ക് ചെയ്യാം. ആരെങ്കിലും ഹിജാബ് ഇടാതെ വന്നതിന് അവനെ മുലാഹിക്ക എന്ന് പറഞ്ഞാൽ കസ്റ്റഡിയിൽ എടുക്കാൻ പാടില്ല. മൻ ആൻഡ് പാക്ക് എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ്ലി പ്രോഹിബിറ്റഡ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. വിന്റെ നാടാണ്. പക്ഷെ ഒരു കാര്യം അവർക്ക് പേടിയുണ്ട്. 5 കാര്യമാണ് അതിൽ പറയുന്നത്. എന്റെ അടുക്കൽ കോപ്പിയുണ്ട്. 4ാമത്തെ കാര്യം, هذا التعميم سيكون ساري المفعول من ساري الإبلاغي في جميع المناطق باستثناء منطقتي المكة المكرمة والمدينة المنورة. ഈ പറഞ്ഞ നിയമം മക്കൾക്കും മദീനക്കും ബാധകല്ല. അതെങ്കിലും ഒരു കാത്തു സൂക്ഷിച്ചു അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. പരിശുദ്ധ ഹറം ശരീഫ് അടങ്ങുന്ന ആ ഭാഗം മാത്രം ഒഴിവാക്കി ഹിജാബില്ലാതെ പെണ്ണുങ്ങൾ നടക്കട്ടെ. അതാണ് ഇതിന്റെ തീരുമാനം എന്ന് അഭ്യർത്ഥിക്കുന്നത്. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഇവിടെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമങ്ങൾ പിച്ച് ചീന്തുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബ് നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഇത് ഹറം ശരീഫിന്റെ നിയമത്തിൽ വന്ന മാറ്റമാണ്. എന്ന് വെച്ചാൽ സൗദി കുറുന്തോട്ടിക്ക് വാദം പഠിച്ചാൽ എന്ത് ചെയ്യും? അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. പലരും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ മുറാദുകൾ മനസ്സിലാക്കി കൊടുക്കട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين برحمتك يا ارحم الراحمين. السلام عليكم ورحمة الله.